ഹായ് ഓൾ, SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് HSA സോഷ്യൽ സയൻസിൻ്റെ ഒരു വീഡിയോ ആണ്. HSA സോഷ്യൽ സയൻസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് 2023 നടന്നിട്ടുള്ള ഓൺലൈൻ എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൽ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ ആരെങ്കിലും സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്ത് ആൻസേഴ്സ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് HSA സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്താൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത്. വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത്. ഓപ്ഷൻ എ വിൽ ഡ്യൂറന്റ്, E.H. കാർ, അർണോൾഡ് ടോയിൻബി. ഓപ്ഷൻ ഡി കാർലൈൻ. ആരാണ് വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത്? ആരാണ്? ഹിസ്റ്ററി ഈസ് ദ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് എന്ന് പറഞ്ഞത് E.H. കാറാണ്. E.H. കാറാണ് വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രമെന്ന് നിർവചിച്ചത്. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരെന്തായിരുന്നു? വാട്ട് ഈസ് ഹിസ്റ്ററി. വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന കൃതി എഴുതിയത് E.H. കാറാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ മനസ്സിലാക്കുക, ഹിസ്റ്ററിയുടെ ഡെഫിനിഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിസ്റ്ററിയെക്കുറിച്ച് മറ്റ് ഡെഫിനിഷൻസ് പറഞ്ഞ ചരിത്രകാരന്മാരെയും അവരുടെ എന്താണ് ഹിസ്റ്ററി എന്നുള്ള ആ ഡെഫിനിഷനും ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ സെറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, അടുത്ത ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാഷ്ട്രം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാഷ്ട്രം ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏതാണ് സെക്കൻഡ് വേൾഡ് വാറിൽ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാഷ്ട്രം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഉൾപ്പെടാത്ത രാഷ്ട്രം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ബ്രിട്ടൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബ്രിട്ടൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്? സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത്? ചൈനീസ്, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ലോഥൽ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? സൗരപഞ്ചാംഗം വരുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഓക്കെ, ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി വരുന്ന ഒന്നാണ് ഇത് സൗരപഞ്ചാംഗം എന്നുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യം. വൂഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം. വൂഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം 1909, 1919, 1908, 1918. വൂഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം ഏത് ഇയറിലാണ്? 1919 ആണ്. 1919 ആണ്. അപ്പോൾ എന്തായിരുന്നു 14 പരിപാടി? എന്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്? നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലോകത്ത് സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായി. ലീഗ് ഓഫ് നേഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒന്നായിരുന്നു ഇത് ഈ 14 പരിപാടി. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മെൻഷെവിക്കുകൾ, ബോൾഷെവിക്കുകൾ, നരോസ്നിക് ആൻഡ് ഇവയൊന്നുമല്ല.
ഫെബ്രുവരി വിപ്ലവം ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഫെബ്രുവരി വിപ്ലവം റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. റഷ്യൻ റവല്യൂഷൻ നടന്ന വർഷം എന്നായിരുന്നു? 1917 റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ 2 വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, ഫെബ്രുവരി ആൻഡ് ഒക്ടോബർ റവല്യൂഷൻ. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഫെബ്രുവരി വിപ്ലവത്തിന് ആദ്യം നടന്ന ഫെബ്രുവരി, ദെൻ ഒക്ടോബർ വിപ്ലവം. അപ്പോൾ ഈ ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മെൻഷെവിക്കുകളാണ്. ആരാണ്? മെൻഷെവിക്കുകളാണ്. ഓക്കെ, രണ്ടാമത്തെ വിപ്ലവത്തിലാണ് ബോൾഷെവിക്കുകൾ, ലെനിൻ നേതൃത്വം നൽകിയ ബോൾഷെവിക്കുകൾ വിജയിക്കുന്നത്. രണ്ടാമത്തെ ഒക്ടോബർ വിപ്ലവത്തിലാണോ എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. നെക്സ്റ്റ്, വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിലെ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിലെ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇവയൊന്നുമല്ല. വാർത്താവിനിമയം ഏതിലാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി, ടെർഷ്യറി സെക്ടർ അഥവാ തൃതീയ മേഖലയിൽ വരുന്നതാണ് ഇത് വാർത്താവിനിമയം. പ്രാഥമിക മേഖലയിൽ വരുന്നത് ഏതാണ്? കൃഷി, ഖനനം പോലെയുള്ളത് പ്രാഥമിക മേഖലയാണ്. ദ്വിതീയ മേഖലയിൽ വരുന്നത് ഇൻഡസ്ട്രി പോലെയുള്ള കാര്യങ്ങളാണ്, വ്യവസായം പോലെയുള്ള കാര്യങ്ങൾ. തൃതീയ മേഖലയിൽ വരുന്നതാണ് ഇത് വാർത്താവിനിമയം എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കി വെക്കുക. ഇതെല്ലാം ടെക്സ്റ്റിലെ കണ്ടൻ്റാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എക്സാം സമയത്ത്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പം SCERT പഠിക്കുന്നവർ നന്നായിട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ കണ്ടൻറ്റും വായിച്ച് മനസ്സിലാക്കി തന്നെ പോവുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി, വിപ്ലവങ്ങളുടെ മാതാവ്, സ്പെയിൻ പോർച്ചുഗൽ ആധിപത്യത്തിനെതിരായി സൺയാട്സൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, HSA സോഷ്യൽ സയൻസിൽ ഉയർന്ന റാങ്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. മാത്രമല്ല കേട്ടിട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. ഓക്കെ, HSAയിൽ ഉയർന്ന റാങ്ക് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് ഇതെല്ലാം ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്, നമ്മൾ ഇനി പഠിക്കുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കുക, ഇതുപോലെ ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടും നമ്മളോട് ഇൻസിഡൻസ് ചോദിക്കാം. ഇത് കേട്ടിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി, വിപ്ലവങ്ങളുടെ മാതാവ്, സ്പെയിൻ പോർച്ചുഗൽ ആധിപത്യത്തിനെതിരായി സൺയാട്സൺ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മദർ ഓഫ് ഓൾ റെവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് നമ്മൾ പറയുന്നത് ഏതിനെയാണ്? ഫ്രഞ്ച് റെവല്യൂഷനെയാണ്. ഏതായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ്റെ വർഷമായിട്ട് പറയുന്നത്? അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്നുണ്ട് ഈ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട്, അതും കൂടെ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ബുദ്ധനും ബുദ്ധൻ്റെ സുവിശേഷവും ആൻഡ് ദി ഗോസ്പൽ ഓഫ് ബുദ്ധിസം ആരുടെ കൃതിയാണ്? ബുദ്ധനും ബുദ്ധൻ്റെ സുവിശേഷവും, ബുദ്ധ ആൻഡ് ദി ഗോസ്പൽ ഓഫ് ബുദ്ധിസം ആരുടെ കൃതിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: DC ബസു, നടരാജഗുരു, BR അംബേദ്കർ, ആനന്ദ കുമാരസ്വാമി. ആരുടെ പുസ്തകമാണ് ബുദ്ധ ആൻഡ് ദി ഗോസ്പൽ ഓഫ് ബുദ്ധിസം എന്ന് പറയുന്ന കൃതി? ആരുടേതാണ്? കറക്റ്റ് ഓപ്ഷൻ ആനന്ദകുമാരസ്വാമി. ആനന്ദകുമാരസ്വാമി എഴുതിയിട്ടുള്ള കൃതിയാണ്. നെക്സ്റ്റ്, വർദ്ധമാന മഹാവീരൻ്റെ ജനന കാലയളവായി കരുതാവുന്നത് BC 540, BC 504, BC 840, BC 340. ഏതാണ് മഹാവീരൻ്റെ ജനന കാലയളവ്? ആരാണ് മഹാവീരൻ? ബുദ്ധമതത്തിൻ്റെ ഫൗണ്ടറായിട്ട് നമ്മൾ പറയുന്നത് മഹാവീരനെയാണ്. 24ാമത്തെ തീർത്ഥങ്കാരയാണ്. ബുദ്ധിസത്തിൽ 24 തീർത്ഥങ്കാരാസ് വരുന്നുണ്ട്. അതിൽ
24ാമത്തെ തീർത്ഥങ്കാരനാണ് ആര്? വർദ്ധമാന മഹാവീരൻ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് തീർത്ഥങ്കാര ആരാണ്? ഋഷഭദേവയാണ്. 23ാമത്തത് പാർശ്വനാഥനാണ്. അപ്പം ഇതിൻ്റെ മഹാവീരൻ്റെ ജനന കാലയളവ് ഏത് ഇയറിലാണ് വരുന്നത്? ഒരു ഏകദേശം ഐഡിയ ഉള്ളവർക്ക് പറയാൻ സാധിക്കും. BC 540 കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 6th സെഞ്ച്വറി BC ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. അപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ളത് ജൈനിസമാണ്. അപ്പോൾ മഹാവീരന് ശേഷം വന്നിട്ടുള്ള ആളാണ് ആര്? ബുദ്ധൻ. അപ്പോൾ ഇതേ പോലെ തന്നെ നമുക്ക് എന്തും കൂടെ ചോദിക്കാം. ബുദ്ധൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഗോത്രങ്ങൾ ഏതാണെന്ന് ചോദിക്കാം. ഏത് സക്കിയ ക്ലാനിൽ വരുന്ന ആളാണ് ആര്? സക്കിയ ക്ലാനിൽ വരുന്ന ആളാണ് ബുദ്ധൻ. അതുപോലെ ജ്ഞാനത്രികാസിൽ വരുന്ന ആളാണ് ആര്? മഹാവീരൻ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. അഷ്ടാംഗമാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം ഏത്? അഷ്ടാംഗമാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം ജൈനമതം, ടാവോയിസം, കൺഫ്യൂഷ്യനിസം, ബുദ്ധമതം. ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരുന്നത്? 8-fold പാത്ത് ബുദ്ധമതമാണ്. ഏതാണ്? ബുദ്ധമതമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അഷ്ടാംഗമാർഗങ്ങൾ 4 നോബിൾ ട്രൂത്ത്സ് ആൻഡ് 8-fold പാത്തൊക്കെ വരുന്നത് ബുദ്ധൻ്റെ ഐഡിയോളജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 10 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്